ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇനി ഞാൻ വരാൻ പോകുന്ന ഒരു ഭാഗത്തെക്കുറിച്ചാണ് കേട്ടോ. നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും പ്രശ്നം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പൊതുവെ ചെമ്പരപ്പൂവ് വളരെയധികം ശാന്തമായ രീതിക്കാണല്ലോ ഇപ്പോൾ പോകുന്നത്. എന്നാൽ ഏത് വിധേനയും ശ്രീകാന്തിനെയും വർഷയും കൂട്ടിക്കൊണ്ടു വരണം എന്നുള്ള ശ്രമത്തിലാണ് ചന്ദ്രയുള്ളത്. അതിനു വേണ്ടിയിട്ട് ചന്ദ്ര നിരാഹാരം വരെ കടന്നിട്ടുണ്ടല്ലേ. അവസാനം രേവതി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ രവിയോട് സംസാരിച്ച് വർഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ചെമ്പനപ്പൂവ് അടുത്ത ആഴ്ച അതിൻ്റെ പിന്നത്തെ ആഴ്ച കാണാൻ സാധിക്കും കേട്ടോ. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ശ്രുതിയേക്കാളും വലിയ കാര്യമായിട്ടാണ് കേട്ടോ വർഷയെ ചന്ദ്ര നോക്കുന്നത്. ശ്രുതി പണക്കാരിയാണോ ഇല്ലയോ എന്നത് നമുക്കറിയാം. എന്നിരുന്നാലും ചന്ദ്രയുടെ നോട്ടത്തിൽ ശ്രുതി വലിയൊരു പണക്കാരൻ്റെ മകളാണ്. എന്നാൽ അതിനേക്കാൾ ഒരു പടി മുകളിലാണ് വർഷയുടെ സ്ഥാനം. വർഷ ഒറ്റ മകളാണ്. ഈ സ്വത്തുക്കൾക്കെല്ലാം അവകാശി എന്ന് പറയുന്നത് വർഷയാണ്. അതുകൊണ്ട് തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതലും മുൻതൂക്കം നൽകുന്നതും മരുമകൾ എന്ന രീതിക്ക് കൂടുതൽ സ്നേഹിക്കാൻ ഇനി ചന്ദ്ര പോകുന്നതും വർഷയെ തന്നെയായിരിക്കും. എന്നാൽ ശ്രുതിയിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ വർഷ. ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെ കൈയും കാലും പിടിക്കാനോ ശ്രുതി തയ്യാറാണ്. എന്നാൽ വർഷ അങ്ങനെയല്ല. തൻ്റെതായ ആറ്റിറ്റ്യൂഡ്, തനിക്ക് ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ തൻ്റെതായ കുറച്ച് തീരുമാനം എന്നൊക്കെ നിലയിൽ പോകുന്ന ഒരു പെൺകുട്ടിയാണ് വർഷ. വർഷയുടെ അടുത്ത് ഒരു അടവുകളും ചന്ദ്രയുടെ നടക്കുകയില്ല എന്നതിന് സാരം. ചന്ദ്രയുടെ സ്നേഹവും പെരുമാറ്റമൊക്കെ ആദ്യമൊക്കെ വർഷ വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല. എൻ്റെ അമ്മയുടെ സ്നേഹമാണല്ലോ, എൻ്റെ അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ എന്നൊക്കെ തന്നെ വിചാരിച്ചുകൊണ്ട് തന്നെ വർഷം മുന്നോട്ട് പോകുമ്പോൾ വർഷയ്ക്ക് എന്നെ മനസ്സിലാവുകയാണ് അമ്മയ്ക്ക് എന്നോടല്ല സ്നേഹം, എൻ്റെ പണത്തിലാണ് നോട്ടം എന്നൊക്കെ വർഷയ്ക്ക് മനസ്സിലാക്കുകയും പിന്നീട് ചന്ദ്രയോടുള്ള പെരുമാറ്റത്തിൽ വർഷയ്ക്ക് ചെറുതായിട്ടാണ് മാറ്റം ഉണ്ടാവുകയാണ്. പക്ഷേ വർഷയുടെ ഈ ഒരു പെരുമാറ്റം ചന്ദ്രയ്ക്ക് തീരെ പിടിക്കുന്നില്ല. എന്നിരുന്നാലും പണക്കാരൻ്റെ മകളാണ് വർഷ എന്നതുകൊണ്ട് തന്നെ എല്ലാം തന്നെ ഉള്ളിലൊരുക്കിക്കൊണ്ട് വർഷയുടെ സ്നേഹത്തോടെ പെരുമാറുകയാണ് കേട്ടോ ചന്ദ്ര. എന്നാൽ ഇതൊന്നും നോക്കേണ്ട കാര്യം വർഷയ്ക്കില്ല. വെട്ടുന്നു തുണ്ട് രണ്ട് എന്ന സ്വഭാവം തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല മറുപടി ചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മറുപടി തന്നെ വർഷ കൊടുക്കുന്നതായിരിക്കും. മാത്രമല്ല രേവതിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും ആ വീട്ടിൽ വർഷ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ചെമ്പരപ്പൂവ് വരാതിരിക്കുന്ന ഭാഗങ്ങളാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.